ഹായ് ഫ്രണ്ട്സ്, കൂന്തൽ റോസ്റ്റ് റെസിപ്പി നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോത്തിൻ്റെ കൂന്തലാണ്. വലിയ കൂന്തലായിരുന്നു. പ്രഷർ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ കൂന്തൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. 2-3 വിസിൽ വരെ വരുത്താം. ഇനി നമുക്ക് റോസ്റ്റിനുള്ള മസാല തയ്യാറാക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ 2 മീഡിയം സൈസ് സവോള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. തക്കാളി ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ ഇത് മൊത്തം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കൂന്തലും ചെമ്മീനൊക്കെ വെക്കുമ്പോൾ ചിലരെങ്കിലും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആയിരിക്കും, നമ്മളത് കടിക്കുമ്പോൾ റബ്ബർ പോലെ ഇരിക്കുന്നത്. അത് നമ്മളതിൻ്റെ വേവ് മനസ്സിലാക്കാത്തത് കൊണ്ടാണേ. ഇതിനൊക്കെ 2 കുക്കിംഗ് ടൈമാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ 2 മുതൽ 3 മിനിറ്റ് വരെ വേവിക്കാവൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ അത് വെന്തോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവും. പിന്നത്തെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 20 to 30 മിനിറ്റ്സ് വരെ. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് വരെ നിങ്ങൾ നന്നായി കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയാണ് ഞാൻ കുക്കറിൽ അടിച്ചത്. കുക്കറിൽ 2-3 വിസിൽ വരുത്തുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഈ ടിപ്പ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റബ്ബർ പോലെ ഇരിക്കത്തില്ല. ഇതുപോലെ ചെറുതായി വറ്റി തുടങ്ങുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.